ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു അമ്പലത്തിൽ പോകാൻ പോവാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു പലേരി അമ്പലമാണ്. പലേരി അമ്പലത്തിൽ പോവാണ്. എൻ്റെ ഫ്രണ്ട് റിഷ, അവൾ പറഞ്ഞു ഞങ്ങൾക്ക് വൈകിട്ട് അമ്പലത്തിൽ പോവാ പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു. ഇതാണ് റിഷ. ഇത് റിഷയുടെ ഹസ്ബൻഡ് വിനീഷേട്ടൻ. ഇത് വിനീഷേട്ടൻ, എൻ്റെതും ബിനീഷേട്ടൻ. ഇത് വി, എൻ്റെത് ബി. അപ്പം റിഷ ഒരു അപ്പമൊക്കെ കൊണ്ടുവന്നിരുന്നു. അവൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ അപ്പാണെന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കയറി അമ്പലത്തിലേക്ക് പോവാണ്. നല്ല ആളുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. നല്ല ആളും തിരക്കും. പിന്നെ നല്ല പരിപാടികളുണ്ടായിരുന്നു. ഭക്തിഗാനമേള ഉണ്ടായിരുന്നു, പിന്നെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു, മക്കളുടെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ നല്ല നല്ല പരിപാടീസെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇച്ചു വന്നിട്ടില്ല കേട്ടോ ഞങ്ങളുടെ കൂടെ. ഇച്ചുവിന് കഫക്കെട്ടും ഇതൊക്കെ ആയതുകൊണ്ട്, ജലദോഷമൊക്കെ ആയതുകൊണ്ട് തന്നെ അവൻ വരുന്നില്ല പറഞ്ഞു. അവനെ പിന്നെ ഞാൻ കൊണ്ടുവന്നില്ല. അവൻ വീട്ടിലിരുന്ന് ടി വി കണ്ടാലോ പറഞ്ഞിട്ട് അവൻ വീട്ടിലിരുന്നു നല്ല രീതിയിൽ ടി വി കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പരിപാടിയൊക്കെ കുറച്ച് നേരം ഇരുന്ന് കാണാൻ വെച്ചു. എന്നിട്ട് പെട്ടെന്ന് തന്നെ പോവാൻ പറഞ്ഞു, കാരണം അവനെ വീട്ടിലല്ലേ, അപ്പം പെട്ടെന്ന് പോവാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പരിപാടീസ് കണ്ടു. അപ്പോഴുണ്ട് മോനെ പാടി മഴ പെയ്ക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഋഷി അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു പാടി മഴ പെയ്ച്ചു എന്ന്. അതുപോലെ തന്നെ ആയിരുന്നു, നല്ല മഴയാണ് പെയ്തത്. നല്ല ഒന്നാന്തരം മഴ, തിമിർത്ത് പെയ്യായിരുന്നു, അറിഞ്ഞം പുറഞ്ഞം മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇരുന്ന സ്ഥലത്തൊക്കെ വെള്ളമായി. പിന്നെ എഴുന്നേറ്റ് നിൽക്കാതെ ഒരു നിവൃത്തിയില്ലായിരുന്നു, ഇരിക്കാൻ പറ്റിയില്ല. അപ്പം കുറേ പേരൊക്കെ എഴുന്നേറ്റ് നിന്നു, ഞങ്ങളും എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് നിന്നിട്ട് പിന്നെ കുറച്ച് നേരം പാട്ട് കേട്ടു. നല്ല പാട്ടായിരുന്നു കേട്ടോ. രണ്ടാളും നന്നായി പാടി. രണ്ട് കുട്ടികളാണ് ഉണ്ടായിരുന്നത് പാട്ട് പാടി. അവർ നല്ല ഭക്തിഗാനങ്ങൾ പാടി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് മാറി നിന്നു, കാരണം പിന്നെ ആ ചെയറിൽ ഒക്കെ നനഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇപ്പുറത്തേക്ക് വന്ന് പിന്നെ അവിടെ നിന്നിട്ട് കുറച്ച് നേരം കൂടി പാട്ടൊക്കെ കേട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി ഏതായാലും വീട്ടിൽ പോവാം വിചാരിച്ചു. അപ്പം ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാമെന്നുള്ള ഇതിലായി. ഇത് ശ്രീഹരിയാണ് കേട്ടോ, ഋഷയുടെ മൂത്ത മോനാണ്. പിന്നെ ഒരാളും കൂടി ഉണ്ട്, അനന്തു. അവൻ അപ്പുറത്ത് എവിടെയോ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ റോഡിൽ കൂടി നടക്കുകയാണ്. നടന്നിട്ട് പിന്നെ ഞങ്ങൾ വീടെത്തി. അപ്പോൾ ഇച്ച് പ്രശ്നമില്ല, ഇച്ച് വീട്ടിലിരുന്ന് ടി വി കണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓക്കെ, ബായ്.